അത് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, എന്ത് വില കൊടുത്തും വടകര വിട്ടുകൊടുക്കൂല, വടകര LDF ജയിക്കുകയുള്ളൂ. അതവരെ സ്ഥിരം പദ്ധതി. അത് ജനങ്ങൾ മെയ് 4-ാം തീയതി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. വടകര നിയോജക മണ്ഡലത്തിലാണ് ഇവിടെ UDF വേണ്ടി ജനവിധി തേടുന്നത് സിറ്റിംഗ് MLA KK രമയാണ്. ഇത്തവണയും UDF വലിയ പ്രതീക്ഷയാണ് വടകര നിയോജക മണ്ഡലത്തിൽ പങ്കുവയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ഒപ്പം തന്നെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ UDF സ്ഥാനാർത്ഥി UDF RMB പിന്തുണയോടുകൂടി മത്സരിക്കുന്ന സ്ഥാനാർത്ഥി KK രമയുണ്ട്. രമേശ്, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണമൊക്കെ? നല്ല തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. വളരെ ആവേശകരമായ പ്രചരണമാണ്. ഒരു പ്രശ്നവുമില്ല. നല്ല റിസൾട്ട് ഉണ്ടാകും. നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങളെ പ്രവർത്തകരെല്ലാവരും ഉള്ളത്. ഈ LDF പ്രവർത്തകരോട് പറയുമ്പോഴേ അവരെ ഇത്തവണ വടകര തിരിച്ചുപിടിക്കുന്നതാണ് അവർ. അത് കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു, എന്ത് വില കൊടുത്തും വടകര വിട്ടുകൊടുക്കൂല, വടകര LDF ജയിക്കുകയുള്ളൂ. അതവരെ സ്ഥിരം പദ്ധതി. അത് ജനങ്ങൾ മെയ് 4-ാം തീയതി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ ഈ വടകര ടൗണിൽ ഇറങ്ങി നടക്കുന്ന സമയത്ത് ഇത്തവണ UDF വരികയാണെങ്കിൽ ഞങ്ങൾക്കൊരു മന്ത്രിയെ കിട്ടുന്നതാണ് വടകരക്കാർ പറയുന്നത്. അല്ല, അതൊക്കെ പിന്നീട് വരുന്ന കാര്യമില്ല. അതിലൊന്നും ഒരർത്ഥമില്ല. എങ്ങനെയാണ് ഇത്തവണത്തെ മൊത്തം ട്രെൻഡിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ല ട്രെൻഡാണ്. ഭരണവിരുദ്ധ തരംഗം എല്ലാ സ്ഥലത്തും ഉണ്ട്. UDF നല്ല മുന്നേറ്റം ഉണ്ടാകും. നല്ല ഒരു ശക്തമായ രീതിയിൽ UDF തിരിച്ചു വരും. ഈ ചില ചാനലുകൾ നടത്തുന്ന സർവേ ഇഞ്ചോടിഞ്ചാണ്. ഒരു ചാനൽ LDF ഭരണം ഇതാക്കി, അതേ ചാനൽ വടകരയിൽ വലിയ വാശിയേറിയ സമ്മർദ്ദത്തോടുകൂടിയുള്ള പോരാട്ടമാണെന്നോ? അത് മാത്രം ഈ ചാനലല്ല. സ്വാഭാവികമായിട്ട് അവർക്ക് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ രക്ഷയില്ലല്ലോ. അതൊന്നും ഒരു വിഷയമല്ല. ആ സർവേകൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. കഴിഞ്ഞ പ്രാവശ്യം ശൈല ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിലൂടെ ജയിക്കും എന്ന് പ്രവചിച്ച സർവേയാണ്. പിന്നെ ഷാഫി 1,14,000 വോട്ടിന് അവിടെ നിന്ന് ജയിച്ച്. സർവേ മുഴുവൻ ശൈല ടീച്ചർ ജയിക്കുമെന്നായിരുന്നു. മെയ് 4 എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ വിധി ദിവസമാണ്. പക്ഷേ രമേശിയെ സംബന്ധിച്ച് മെയ് 4 മറ്റൊരു ആത്മബന്ധം കൂടിയുള്ള ദിവസമാണ്. ആ ദിവസം വടകരക്കാർ എന്തായിരിക്കും കാത്തുവെച്ചിട്ടുണ്ടാവും? തീർച്ചയായിട്ടും വടകര അതൊരു കാവ്യനീതിയായിരിക്കും. ഒരു കോയിൻസിഡൻസ് ആണത്. ഇത് രണ്ടും ഒരേ ഇതിൽ വന്നത്. അപ്പോൾ പിണറായിസത്തിന് അറുതി വരുത്തുന്ന ഒരു ദിവസം കൂടിയായിരിക്കും മെയ് 4. TP ആത്മാവ് എപ്പോഴും തീർച്ചയായിട്ടും ഉറപ്പായും. എല്ലാ ആശംസകളും. താങ്ക് യു. KK രമ വലിയ പ്രതീക്ഷയിലാണ്. മെയ് 4 എന്ന് പറയുന്നത് TP ഓർമ്മകൾ നിറയുന്ന ദിവസമാണ്. ആ ദിവസം പിണറായിസത്തിന് കേരളത്തിൽ അറുതി വരുത്തുന്ന ദിവസമായിരിക്കും. വടകരക്കാർ അത് കാവ്യനീതിക്കുള്ള ദിവസമായി കാത്തുവച്ചിരിക്കുകയാണ് എന്നുകൂടി KK രമ വ്യക്തമാക്കുന്നു. ക്യാമറ പേഴ്സൺ റിഷാദ് TK ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.